In South India, series of heavy awareness in July ripenings and during these months they were collected and അവള് പുറത്തെങ്ങാനും കാണാമേ. എത്ര നേരമായി കുരിശ് വരയ്ക്കാൻ അന്വേഷിക്കുന്നു? കുറച്ച് ദിവസമായിട്ട് ഈ ഫോണിൽ തന്നെയാണല്ലോ. ഞാൻ വരുന്നു. അവള് ഫോണും കുത്തിക്കൊണ്ടിരിക്കുക. കുറെ പഠിക്കാനുണ്ടെന്നാ പറയുന്നത്. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാ. അവളെ വിളിച്ചേ, അവളെ എടുക്കാൻ എടി നീ എന്താ ഫോൺ നോക്കിയിരിക്കണേ? അപ്പം വിളിക്കണ്ട്, വായ കഴിക്കാം. എന്താ നിനക്ക് പതിവില്ലാതെ ഇപ്പൊ ഇത്ര സന്തോഷം? ഞാൻ എല്ലാം കാണുന്നുണ്ട്. നീയല്ലേ പറയാറ് ഞാൻ ഭയങ്കര വായടയാണ്, എന്റെ സ്വഭാവത്തിന് വെച്ചാലും കിട്ടില്ല എന്നൊക്കെ. എനിക്കൊരു ലൈൻ സെറ്റ് ആയിട്ടുണ്ട്. എന്നെ എല്ലാ തരത്തിലും മനസ്സിലാക്കുന്ന ഒരാളെ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. എടി ഇന്നാടി അനുമസിന്റെ വഴി നീ വല്ലതും പഠിച്ചായിരുന്നോ? അയ്യോ ഞാൻ പഠിച്ചില്ല, ഞാൻ മറന്നുപോയി. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പാടായിരുന്നടി. എന്നൊക്കെ ചോദിച്ചോടി. ഓർമ്മയില്ല. എടി വാടി കഴിക്കാൻ പോവാം. എന്നെ പറ്റി? എടി ഞാൻ എൻ്റെ അടുത്ത് രാവിലെ പറഞ്ഞില്ലായിരുന്നു വിശക്കിൻ്റെ കാര്യം. ഞാൻ അവൻ്റെ അടുത്ത് വൈവയുടെ കാര്യം പറയാൻ മറന്നുപോയി. അപ്പം നോക്കുമ്പോൾ 900 മിസ് കോൾ. എടി അവൻ വിളിച്ചായിരുന്നു. ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ നേരിട്ട് വരാമെന്ന് പറഞ്ഞു. അവളെ കാണുന്നില്ലല്ലോടാ. അവള് പോണേ പോട്ടെ. അതെ ബിഗോക്കിൽ പുതിയൊരു കൊച്ചുണ്ട് നോക്ക്. നിനക്ക് എങ്ങനെയാടാ ഇത് പറയാൻ പറ്റും? എനിക്കറിയാൻ വേറെ ആൾ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അല്ല നീ എവിടെ ആയിരുന്നു? 1 മണിക്കൂറോടെ എന്നെ വിളിക്കുമായിരുന്നു. എടാ എനിക്കെൻ്റെ വൈവായിരുന്നു, ഞാനത് പറയാൻ വിട്ടു. അതാ ഞാൻ ഫോൺ എടുക്കാൻ. അല്ല നമ്മൾ ഇന്നലെ എത്ര നേരം സംസാരിച്ചു, അപ്പോഴൊന്നും നീ പറഞ്ഞില്ല. നിന്നെ വിളിച്ചിട്ട് കിട്ടാൻ എത്ര ടെൻഷൻ ഞാൻ അടിച്ചെന്നറിയോ? ഈ സമയത്ത് എന്തും വേണ്ടി സ്ട്രെസ് എനിക്ക് ഉണ്ടായെന്ന് എനിക്കറിയില്ല. കാരണം ഇത്ര ചെറിയ കാര്യത്തിന് വരെ എങ്ങനെയാണ് നമ്മൾ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും? നമുക്ക് ഇവിടെ വെച്ച് നിർത്താമായിരുന്നു. എടി അവൻ എന്നാ പറഞ്ഞു? എടി അവൻ നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല. നമുക്ക് ആർക്കും ആരെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എടി അവൻ ഇനി ശരിക്കും വിഷമമായിട്ടുണ്ടാവോ? എടാ നീ മുമ്പ് ഇൻസ്റ്റാഗ്രാമിലെ കൊച്ചിനെ കാണിച്ചില്ലാന്ന് പറഞ്ഞല്ലേ? അന്നെടുത്ത് ഇല്ല. പുറപ്പാട് 33 അധ്യായം 17 വാക്യം. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. നമ്മെ എല്ലാ കുറവുകളോടും നിറവുകളോടും കൂടി ഒരുപോലെ അതിൻ്റെ പൂർണ്ണതയിൽ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുവാനും അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാനും നമുക്ക് പ്രയത്നിക്കാം.